നമസ്കാരം. നെതന്യാഹു ഒരു രാജ്യം തന്നെ സ്വന്തമാക്കി. ഗാസ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലാകുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധപ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഗാസയുടെ ഏകദേശം 70% ഭാഗവും തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിലാക്കാൻ പദ്ധതിയിടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും ഇതിനകം തന്നെ അഭയാർത്ഥികളാക്കി മാറ്റിയ യുദ്ധത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ പലസ്തീൻ പ്രദേശത്തിന്മേൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പിടി ക്രമേണ ശക്തമാക്കുകയാണ് എന്നും ഹമാസിനെതിരായിട്ടുള്ള സൈനിക നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഞങ്ങളിപ്പോൾ ഗാസയുടെ 60% പ്രദേശത്ത് നിൽപ്പുണ്ട്. മുൻപത് 50% അവിടെ നിന്നാണ് ഞങ്ങൾ 60-ലേക്ക് എത്തിയത്. ഇനി ഞങ്ങൾ ഘട്ടം ഘട്ടമായി മുന്നേറാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി അത് 70% എന്നതാണ് ലക്ഷ്യമെന്നും നമുക്കതിൽ നിന്ന് തുടങ്ങാമെന്നും നെതന്യാഹു ആ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഗാസ മുഴുവനും ഇസ്രായേൽ പിടിച്ചെടുക്കണമെന്ന് സദസ്സിലിരുന്നവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറാവുക, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വെടിനിർത്തൽ കരാർ, അതിന്റെ അടുത്ത ഘട്ടത്തെ ചൊല്ലിയുള്ള പരോക്ഷ ചർച്ചകളിൽ ഇസ്രായേലും ഹമാസും ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ് എന്നുള്ളിടത്താണ് ഗാസയെ പിടിച്ചടക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നതാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഗാസയുടെ പകുതിയിലധികം ഭാഗവും ഇപ്പോഴും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ്. തീരദേശത്തെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ഹമാസിന്റെ കൈവശമുള്ളത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 900-ഓളം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏപ്രിൽ അവസാനത്തിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രായേൽ സൈന്യം നൽകിയ ഭൂപടങ്ങൾ പ്രകാരം ഗാസയുടെ 64% ഭാഗം ഇതിനകം തന്നെ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ അധിനിവേശം ഇനിയും വ്യാപിപ്പിച്ചാൽ തകർന്നടിഞ്ഞ ഈ തീരദേശത്തെ അതിലും ചെറിയൊരു പ്രദേശത്തേക്ക് 20 ലക്ഷത്തോളം വരുന്ന പാലസ്തീനികൾ ചുരുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കരയുദ്ധങ്ങൾക്കും ഒടുവിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം ഗാസയുടെ 53% വരുന്ന യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന സൈനിക അതിർത്തിയിലേക്ക് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ അതിർത്തി രേഖ രഹസ്യമായിട്ട് ഗാസയുടെ ഉള്ളിലേക്ക് മാറ്റുകയാണ് എന്ന് ഈ ആഴ്ച ആദ്യം തന്നെ ഹമാസ് ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഈ നീക്കം വെടിനിർത്തൽ കരാറിനെ പരസ്യമായി ലംഘിക്കുന്നതാണ് എന്നും ശക്തി ഉപയോഗിച്ച് പുതിയ അതിരുകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നും പലസ്തീൻ സംഘടന കുറ്റപ്പെടുത്തുകയും ചെയ്തു. സൈനിക നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകുമ്പോഴും എന്നാൽ ഹമാസിനെ ദുർബലപ്പെടുത്തുവാനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയുവാനും സൈനിക സമ്മർദ്ദം അത്യാവശ്യമാണ് എന്ന് ഇസ്രായേൽ സർക്കാർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള സൈനിക നടപടികൾ അടക്കം ഇസ്രായേൽ ശക്തമാക്കി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനന്റെ വലിയൊരു പ്രദേശം യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം അവിടുത്തെ താമസക്കാരോട് സഹ്റാനി നദിക്ക് വടക്കോട്ട് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കോട്ടുള്ള വലിയൊരു പ്രദേശത്തെയാണ് ഈ മുന്നറിയിപ്പ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള ഹിസ്ബുള്ള പോരാളികൾക്കും അവരുടെ താവളങ്ങൾക്കും എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അത് നിലനിൽക്കെ തന്നെ ലെബനന്റെ തെക്കൻ കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ 120-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ ഒഴിഞ്ഞുപോക്ക് നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടെ ജനങ്ങൾ തീരദേശ നഗരമായിട്ടുള്ള സിദോനിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യാൻ തുടങ്ങിയതായിട്ടുള്ള ലെബനൻ സുരക്ഷാ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനനിൽ കഴിഞ്ഞ ദിവസം ഈദ് ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരിതം നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നെതന്യാഹുവിന് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരങ്ങളിലെല്ലാം സ്വന്തം രാജ്യമാക്കി മാറ്റുവാനുള്ള ഒരു കരുത്ത് പ്രദർശിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയെ വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിലാണ്, ഒരു രാജ്യത്തെ സ്വന്തമാക്കുവാനുള്ള തത്രപ്പാടിൽ.
ഇസ്രായേലിന്റെ സൈന്യം എന്ന് പറയപ്പെടുന്ന ഗാസയിലേക്ക് കടന്നു കയറുകയും ഗാസയെ സ്വന്തമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമായിട്ടാണ്. എപ്പോൾ വേണമെങ്കിലും ഈ പാലസ്തീൻ അടങ്ങുന്ന സ്ഥലം ഇസ്രായേലിന്റെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ലബനനിൽ അടക്കം യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന് യുദ്ധം ഒരു കൊതിതീരാ സംഭവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലയിടങ്ങളിൽ ഇപ്പോൾ ഇറാനോടൊപ്പം യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, തുർക്കിയോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഗാസയോടും പാലസ്തീനോടും അടക്കം യുദ്ധം ചെയ്ത് പുതിയ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു രാജ്യത്തെ സ്വന്തമാക്കുവാനുള്ള നെതന്യാഹുവിന്റെ വല്ലാത്ത ആവേശവും ആക്രാന്തവും ഉണ്ട് എന്ന് പറയപ്പെടേണ്ടിയിരിക്കുന്നു. അത് പക്ഷേ ഇതൊരു അവസാന യുദ്ധക്കളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ഇറാനിലേക്ക് വീണ്ടും ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാനെ തകർക്കുവാനുള്ള ശ്രമം ഇനിയും നടത്തുകയാണ് നെതന്യാഹു എങ്കിൽ നെതന്യാഹുവിന് ശവപ്പെട്ടി ഒരുക്കുവാൻ ഇറാൻ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.